ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. പുറത്തേക്ക് പോകുമ്പോഴും അതേപോലെ വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് മനോഹരമായിട്ട് കെട്ടിവെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ സ്റ്റൈല്. മുടി ഇങ്ങനെ കെട്ടിവെക്കുന്നതിന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അതിലും പെട്ടെന്ന് തന്നെ നമുക്കിത് കെട്ടിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും മുമ്പോട്ടും എനിക്ക് വേണം. അപ്പോഴേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മുടിയെല്ലാം കോതി ചടക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ചീപ്പ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ചീകി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫുൾ മുടി ഇതേപോലെയൊന്ന് മൊത്തത്തിലെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാൻഡ് നല്ലതുപോലെ മുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിയൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ മുടിയൊക്കെ വേദനിക്കാത്ത രീതിയിൽ വേണം ബാൻഡൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ബാൻഡ് മുറുക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഫുള്ള് മുടി ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ബാൻഡ് മുറുകിയിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഒരു സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതേപോലെ ഒരു സ്ലൈഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ മുടി ഫുള്ളായിട്ട് ഘടിപ്പിച്ച് വെക്കുന്ന ഒരു ക്ലിപ്പുണ്ടല്ലോ, അതേപോലത്തെ ഒരെണ്ണം എടുത്ത് നമ്മുടെ മുടി മൊത്തം കൂടി ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ ബാൻഡ് ഇട്ട് മുറുക്കിയതിന് മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് മുറുക്കി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മുടിയുടെ ഉള്ളിനനുസരിച്ച് ഏത് വലുപ്പത്തിലുള്ളത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം നമ്മൾ മുമ്പിലേക്ക് ഇട്ട മുടി പുറകിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും മുടിക്ക് ഉള്ളില്ലാത്തവർക്ക് വരെ ഇതേപോലെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. മുടിക്ക് ഉള്ളില്ലാത്തവർ സ്ലൈഡ് എടുക്കുന്ന സമയത്ത് ചെറിയ സ്ലൈഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ സ്ലൈഡ് എടുക്കുമ്പോൾ അത് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ സ്ലൈഡ് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയ സ്ലൈഡ് എടുത്തിട്ട് കുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണിത്. നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് മുടിയൊന്നും കെട്ടിക്കൊണ്ട് നിൽക്കാൻ സമയമില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇതേപോലെ കെട്ടിക്കൊണ്ട് പോകുക. അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും അതേപോലെ ലെഹങ്കയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയൊരു അടിപൊളി ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ മുടി നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും. ഈ ഒരു ഹെയർ സ്റ്റൈൽ കെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് തന്നെ നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം കാണാൻ കഴിയും. പെട്ടെന്ന് ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റുമ്പം ഒരു പ്രത്യേകത ഉണ്ടാകുമല്ലോ നമ്മുടെ മുഖത്ത്. ആ ഒരു പ്രത്യേകത ഈ ഒരു ഹെയർ സ്റ്റൈൽ കെട്ടുമ്പോഴുണ്ടാകും. ഈ ഒരു ഹെയർ സ്റ്റൈൽ പെട്ടെന്ന് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഇഷ്ടമാകും. കെട്ടാൻ അറിയാത്തവർ പ്രത്യേകം ചോദിക്കും ഇതെങ്ങനെയാണ് കെട്ടിയതെന്ന്. അപ്പോഴേ ഫംഗ്ഷനൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കൂട്ടുകാരെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.